ചേട്ടാ, യാത്രാ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഈ മലരിക്കൽ അമ്പൽപ്പാടം എങ്ങനെയുണ്ട്, അഭിപ്രായം ഒന്ന് പറയുമോ? ഇത് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഞങ്ങള് റീലുകളിലും വീഡിയോകളിലും ഒക്കെയാണ് ഇത് കണ്ടു മനസ്സിലാക്കിയത്. ഞങ്ങളിപ്പോ എറണാകുളത്തു നിന്ന് നാട്ടിലോട്ട് അടൂരോട്ട് പോകുന്ന വഴിയാണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാ. നല്ല രസമുണ്ട്. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഓക്കെ, ചേട്ടന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ വരാനുള്ളവരോട് കാണാതെ എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറയാ. ഓക്കെ. പിന്നെ ചേട്ടന്റെ പേര്? എന്റെ പേര് ജിതിൻ. വീട് അടൂര്, പത്തനംതിട്ട. വൈഫ് ജെയിൻ, എന്റെ പെങ്ങള സിസ്റ്റർ ജെസ്ലി. ഓക്കെ. മലരിക്കൽ അമ്പൽപ്പാടം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പാടമാണ് മലരിക്കൽ അമ്പൽപ്പാടം എന്ന് പറയുന്നത്. അതായത് 1880 ഏക്കറും 400 ചില്ലറ കൃഷിക്കാരും ചേർന്ന നടത്തുന്ന ഒരു പാടമാണ്. എ ബ്ലോക്ക് 9000 എന്നാണ് ഇതിന്റെ പേര്. ഇത് തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജൂൺ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ആമ്പലുണ്ടാകും. പക്ഷെ ജൂൺ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കിന് പൂക്കൾ നിറയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ അടുത്ത് മലരിക്കൽ എന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന കൊച്ചു വള്ളങ്ങളിൽ ഉണ്ട്, മോട്ടോർ ഘടിപ്പിച്ച വള്ളങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാധാരണപ്പെട്ടവനൊക്കെ വരുവാണെങ്കിൽ ഒരു 100 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വള്ളത്തെ കയറി ഒരു 45 മിനിറ്റോളം കറങ്ങിയ ഇതിലെ ഈ പൂവിൻ്റെ അകത്ത് കൂടെ അവർ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. അതുപോലെ പിന്നെ കായൽ മേഖലയാണ്. കായൽ മേഖല എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 600 ഏക്കറോളം ഫുൾ പൂവാണ്. അതായത് കാണാൻ പറ്റാതെ നമ്മൾ അന്യൻ സിനിമ കാണുന്ന അതേ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലുള്ള പൂവാണ് അവിടെ കംപ്ലീറ്റ്. അവിടെ പോകുന്ന ഒരാൾ ഏറ്റവും മിനിമം ഒരു 5-6 പേര് കയറുന്ന വഞ്ചികളാണ്. വലിയ അതായത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആ സൈസ് വള്ളങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. മോട്ടോർ വള്ളങ്ങളാണ് കിടക്കുന്നത്. റോഡിനോട് ചേർന്ന ഭാഗമാണ് ഈ കരപ്പാടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്കിംഗ് ഉണ്ട്. സർക്കാർ ഇത്തവണ പഞ്ചായത്ത് റോഡുകൾ പുതിയതായിട്ട് പുതുക്കി പണിതിട്ടുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ റോഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ചെറുവള്ളങ്ങൾ മുതൽ വലിയ മോട്ടോർ പിടിപ്പിച്ച വള്ളങ്ങളുണ്ട്. ചെറുവള്ളത്തെ കയറി പോകുന്നതിനാണ് ഇതിന്റെ ഈ കരഭാഗത്തൂടെ കറങ്ങുന്നതിനാണ് 1 മണിക്ക് 45 മിനിറ്റിൽ ഒരാൾക്ക് 100 രൂപ വെച്ച് അത് ഊന്നിപ്പോവുകയാണ്. മോട്ടോർ ബോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ദൂരം പോകും. അതായത് കായലിൽ എന്ന് പറയും. ഒരു 3 കിലോമീറ്ററോളം മോട്ടോർ ഓടിപ്പോണം. പോയി കഴിഞ്ഞാൽ ഒരു 600 ഏക്കറോളം ഫുൾ തിങ്ങി നിൽക്കുന്ന പൂവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ വിദേശികളും സ്വദേശികളും എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുറേ ആൾക്കാർക്ക് നല്ലൊരു ശതമാനം ഇതുകൊണ്ട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വള്ളങ്ങൾ 1ഉം 2ഉം വള്ളങ്ങൾ 2ഉം 3ഉം വള്ളങ്ങളുള്ളവരുണ്ട്. അതൊരു വലിയ മലരിക്കൽ ഭാഗത്തിന് ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ആമ്പൽ വന്നിരിക്കുന്നത്. രാവിലെ വരണം എന്നാണല്ലോ പറയാ. വരുന്നവര് രാവിലെ വരണം എന്ന് പറഞ്ഞതിന്റെ കാര്യം, ഇത് ഈ പൂ വിരിയുന്നത് വൈകിട്ട് ഒരു 7:30-8 മണിക്ക് ശേഷമാണ് വിരിയുന്നത്. കാരണം ഇത് നിലാവ് കാണാൻ വേണ്ടിയിട്ട് വിരിയുന്ന പൂവാണ്. അതുകൊണ്ട് വൈകിട്ട് രാത്രിയിലാണ് ഇത് കൂടുതൽ വിരിഞ്ഞു നിൽക്കുന്നത്. സൂര്യപ്രകാശം അടിക്കും തോറും രാവിലെ ആകുമ്പോൾ സൂര്യപ്രകാശം അടിക്കും തോറും ഈ പൂ പതിയെ കൂമ്പാൻ തുടങ്ങും. ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. അതാണ് ഒരു 6 മണി മുതൽ ഞങ്ങൾ വള്ളത്തെ കയറും. 6 മണി മുതൽ വരുന്നവർക്ക് ഒരു 10 മണി 10:30 വരെ വരുന്നവർക്ക് ഈ പൂ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ പൂ സാധാരണ ഗതിയിലായി കൂമ്പി നിൽക്കും. നമുക്ക് സീസണായിട്ട് തുടങ്ങിയിട്ട്, അല്ലെ ടൂറിസമായിട്ട് തുടങ്ങിയിട്ട് എത്ര നാളായി? ടൂറിസമായിട്ട് തുടങ്ങിയിട്ട് 2015 മുതൽ തുടങ്ങിയതായിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രളയം വന്നു. പ്രളയത്തിന് ശേഷം കോവിഡ് വന്നു. ആ ടൈമിങ്ങിലൊക്കെ കുറച്ച് നാളേക്ക് നിർത്തിവെച്ചിരുന്നു. ടൂറിസം പൊതുവെ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം വീണ്ടും തുടങ്ങി. ലോക്ക്ഡൌൺ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും തുടങ്ങി. ഇതൊരു സ്പെഷ്യൽ വെള്ളമാണ് അല്ലേ? അതെ. മഴ നനയാത്ത ഇത് ശിക്കാരി വെള്ളം പോലത്തെ ഒരു വെള്ളമാണ്. മഴ നനയാതെ ഇതുപോലത്തെ ഒന്നുള്ളൂ. രണ്ടെണ്ണം ഉള്ളു. ഇതിന് റേറ്റ് കൂടുതലുണ്ടോ? അതിന് ഇല്ല, സെയിം റേറ്റ് എല്ലാം സെയിം ആണ്. കായലിൽ പോകുന്നവർക്ക് 1000 രൂപ, ഇതിലെ കറങ്ങുന്നവർക്ക് 100 രൂപ ഒരാൾക്ക്. പൂ വിൽക്കുന്ന ചേച്ചിമാരുണ്ട്. അവര് ഒരു വെട്ട് പൂവിന് 30 രൂപ വെച്ചാണ് മേടിക്കുന്നത്. അത് നമ്മുടെ ഇവിടുന്ന് പറിക്കുന്നതല്ല, നമ്മൾ കായൽ ഭാഗങ്ങളിൽ പോയിട്ട് പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വിൽക്കുന്നതാണ്. ഒരു വെട്ട് പൂവിന് 30 രൂപ വെച്ച്. അപ്പോൾ ഫോട്ടോ ഷൂട്ട് നടക്കുന്നവർക്കും അതുപോലെ മറ്റേ ആൽബം പിടിക്കാൻ വരുന്നവർക്കും ഒക്കെ അവരിങ്ങനെ പൂ കൊടുക്കും. അല്ലാത്തവർക്കും മേടിക്കാം, പൂക്കള് മേടിക്കാം. അതുപോലെ തൈയുണ്ട്, ഫോട്ടോ ഇതിന്റെ തൈയുണ്ട്, അതിന്റെ വിത്തുകള്
കൊടുക്കുന്നുണ്ട്. ആ. അങ്ങനെ പല പല ഉപജീവന അതെ, മാർഗങ്ങൾ ഒരുപാട് പേർക്ക് നടത്തുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് കാഞ്ഞിരം തിരുവാർപ്പ് മലരിക്കൽ. മലരിക്കൽ. ചേട്ടാ, അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇനി എന്ത് സൗകര്യമാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടുകാർക്ക് വേണമെന്ന്, അതായത് ഈ ടൂറിസം ഇനിയും കൂടുതൽ ഉയരത്തിലെത്താനായിട്ട്? ടൂറിസം കൊണ്ട് നമുക്കിപ്പോൾ നമ്മളെ ആഗ്രഹിക്കുന്നത് ഇവിടെ വരുന്ന ഭൂരിപക്ഷം ഗസ്റ്റുകൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനുള്ള സ്ഥലങ്ങളില്ല. ഈ മലരിക്കൽ വരുന്ന ടൂറിസ്റ്റുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടാ? എന്തെങ്കിലും അത് നമ്മൾ ഇപ്പം പ്ലാസ്റ്റിക് ഇടരുത് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പ്ലാസ്റ്റിക് ഇപ്പം നമ്മൾ എത്ര പറഞ്ഞാലും ചില ആൾക്കാർക്ക് അത് നമ്മുടെ കണ്ണി നോക്കി അത് ഇടും. പക്ഷെ അത് ഞങ്ങളായിട്ട് തന്നെ അത് ഞങ്ങളെ വള്ളത്തിൽ എടുത്ത് കൊണ്ട് വേസ്റ്റ് ഇവിടെ ഇടാനായിട്ട് ഗ്രാമപഞ്ചായത്ത് അതിന്റെ സജ്ജീകരണങ്ങൾ അണക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. നമ്മൾ തന്നെ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വള്ളക്കാരെല്ലാം ചേർന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തേലും കൂടെ ഒരു അല്പം കുറഞ്ഞതിൻ്റെ കാര്യം ഈ 2 ആഴ്ചയായുള്ളൂ ഇവിടെ വെള്ളം കയറിയിട്ട് അങ്ങ് അതിന്റെ കായൽ ഭാഗത്ത് കിടന്ന പായലെല്ലാം കൂടെ വന്ന് ഇതിന്റെ അകത്ത് അടിഞ്ഞുകൂടി. അത് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോള പോലെ കിടക്കുന്നത് അത് ഞങ്ങൾ വാരിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ പൂവുണ്ടാവും. കുറച്ചും കൂടെ പൂവുണ്ടാവും. ഇത്രയും തിരക്കേറിയ സമയത്തും നമുക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചതിന് യാത്രാ ചാനലിൻ്റെ പേരിൽ ഒരുപാട് നന്ദി പറയുന്നു ചേട്ടാ. അതേപോലെ ഈ മലരിക്കൽ ടൂറിസത്തിന്, ആമ്പൽ ടൂറിസത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ചേട്ടാ. ഇവിടെ പൂവും വിൽപ്പനയുണ്ട്, അതുപോലെ തൈയും വിൽപ്പനയുണ്ട് അല്ലേ? പൂവുണ്ട്, തൈയുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാ ചേച്ചി പൂവിന്? 50 രൂപയാണ്. ഒരു കെട്ട് പൂവിന് 30 രൂപ. കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നു. ശനി ഞായറും കൂടുതലുണ്ടാവൂലേ? കൂടുതൽ ആൾക്കാർ. ഓക്കെ ഓക്കെ. അപ്പം ചേച്ചിക്കും ചേച്ചിയുടെ കച്ചവടത്തിനും അതുപോലെ മലരിക്കൽ ആമ്പൽപ്പാടത്തിനും എല്ലാ ആശംസകളും യാത്രാ ചാനൽ നേരുന്നു ചേച്ചി. താങ്ക്